നമസ്കാരം. ധനുഷ് സ്പേസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയുള്ള സയൻസ് ചോദ്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട സയൻസ് ചോദ്യങ്ങൾ മാത്രം അടങ്ങിയൊരു വീഡിയോ ആണ്. 2025 10th പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള 2 ചോദ്യപേപ്പറിലെ സയൻസ് ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും ചോദിക്കാൻ ധാരാളം ചാൻസ് ഉണ്ട്. ഇനി വരുന്ന പ്രിലിംസിനും മറ്റ് VFA ക്വസ്റ്റ്യൻസിനുമൊക്കെ VFA പരീക്ഷയ്ക്കുമൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണിത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് സിമ്പിളായിട്ട് വേഗം പഠിച്ചു പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സസ്യങ്ങളിൽ ബിരസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഉത്തരം: സസ്യങ്ങളിൽ ബിരസംയോഗത്തിന് ശേഷം ഓവ്യൂൾ വിത്തായിട്ട് മാറുന്നു. ഓവ്യൂൾ വിത്തായിട്ട് മാറുന്നു. അതായത് സസ്യങ്ങളുടെ ബിരസംയോഗത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെയുള്ള പാർട്ടുകൾ ഓവറി, ഓവ്യൂളും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അതിനകത്തുള്ള ഓവ്യൂളാണ് എന്തായിട്ട് മാറുക? വിത്തായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ വിത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഭ്രൂണമടങ്ങിയ ഒരു പാകമായ ബീജാണ്ഡമാണെന്ത്? വിത്തെന്ന് പറയുക. ഭ്രൂണം അടങ്ങിയ പാകമായ ബീജാണ്ഡമാണെന്ത്? ഒരു ബീജാണ്ഡമാണ് ബീജാണ്ഡമാണെന്ത്? വിത്തെന്ന് പറയുക. ഭ്രൂണമടങ്ങിയ പാകമായ ബീജാണ്ഡമാണെന്ത്? വിത്തെന്ന് പറയുക. നമ്മളൊരു വിത്ത് എടുക്കുകയാണെങ്കിൽ, ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ അത് പഠിക്കാം. ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ എന്തൊക്കെ ഭാഗം കാണാൻ കഴിയും? അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗം ഏതാണ്? ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗമാണ് ബീജമൂലം എന്ന് പറയുന്നത്. ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ എന്ന് പറയുന്നു. റാഡിക്കിൾ എന്നാണ് ചോദിച്ചിരുന്നതെന്ന്. ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ എന്ന് പറയുന്നു. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗമാണെന്ത്? ബീജമൂലം അല്ലേ. ബീജമൂലം അല്ലെങ്കിൽ അത് വിത്താണ്. പൊട്ടിവിടുന്ന പുറത്തേക്ക് വരുന്നു, താഴെ വന്ന് വീഴും, അത് ഉറയ്ക്കും, മണ്ണിൽ ഉറയ്ക്കും, റൂട്ടായിട്ട് മാറും. റാഡിക്കിൾ റൂട്ടായിട്ട് മാറും, വേരായിട്ട് മാറും. ഒലിച്ചു. അപ്പോൾ അതാണെന്ത്? ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗമാണ് ബീജമൂലം, റാഡിക്കിൾ. അത് റൂട്ടായിട്ടങ്ങ് മാറുന്നു. ഇനി ആ ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വരുന്ന ആദ്യത്തെ ഭാഗമാണെന്ത്? ഇവിടെ വന്നിട്ടുണ്ടോ? തടിങ്ങനെ മുകളിലേക്ക് വരും. മുകളിലേക്ക് വരുന്ന ഇതിങ്ങനെ ചാടി താഴേക്ക് വന്നു, പിന്നെ മുകളിൽ ഇവിടെ വരും. മുകളിലേക്ക് വരുന്ന ഭാഗമാണെന്ത്? ബിരശീർഷം എന്ന് പറയാം. അതിൻ്റെ പ്ലിമ്യൂൾ എന്ന് പറയും. ബീജമൂലം എന്താണ്? വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗമാണെന്ത്? ബീജമൂലം. ഓക്കെ. ഇനി ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വരുന്ന ഭാഗമാണെന്ത്? ബിരശീർഷം. ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വരുന്ന ഭാഗമാണെന്ത്? ബീജശീർഷം. ഈ ബീജശീർഷമാണ് കാണ്ഡമായി മാറുക. എന്താണ്? കാണ്ഡമായി മാറുക. ഓക്കെ. കാണ്ഡം മീൻസ് തണ്ട്. കാണ്ഡമായി മാറുക. അപ്പോൾ ബീജമൂലം എന്താണ്? ബീജശീർഷം എന്താണ്? ബീജമൂലം എന്താണ്? വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗമാണ് ബീജമൂലം. അത് റാഡിക്കിൾ എന്നറിയപ്പെടുന്നു. ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വരുന്ന ഭാഗമാണ് ബീജശീർഷം. അത് പ്ലിമ്യൂൾ എന്ന് പറയുന്നു. ഈ ബീജശീർഷം വളർന്ന് എന്തായിട്ട് മാറുന്നത്? കാണ്ഡം, തണ്ടൊക്കെ ആയിട്ട് മാറുന്നത് അല്ലേ. ഇനി മുളയ്ക്കുന്ന വിത്തിൻ്റെ ബീജശീർഷത്തിൻ്റെ കട്ടിയുള്ള ഇലകൾ പോലെ കാണുന്ന ഭാഗമുണ്ടല്ലോ, അതാണെന്ത്? ബീജപത്രങ്ങൾ എന്ന് പറയും. ബീജപത്രങ്ങൾ. ഇവിടെ കിളിച്ച് വരുന്ന ഇത് റാഡിക്കിൾ റൂട്ടായിട്ട് മാറി, ഇവിടെ ഇല വന്നു. കട്ടിയുള്ള ഭാഗം നമ്മൾ പരിപ്പെന്നൊക്കെ പറയില്ലേ. പറങ്കേണ്ടിയും മാങ്കേണ്ടിയൊക്കെ മുളച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് കട്ടിയുള്ളൊരു പച്ച കളറിലെ പോലെ സാധനം വരും. അതാണെന്ത്? ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലേഴ്സ് എന്ന് പറയും. അപ്പം എവിടെ നിന്നാണ് ഈ ബീജപത്രങ്ങൾ വരിക? എവിടെ നിന്ന് വരുന്നു? മുളയ്ക്കുന്ന വിത്തിൻ്റെ ബീജശീർഷത്തിൻ്റെ കട്ടിയുള്ള ഇലകൾ പോലെ കാണുന്ന ഭാഗമാണ് ബീജപത്രങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രമാണെന്ത്? ഒരു വിത്തിനെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യം. വിത്തിനെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? വിത്തുകളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് സ്പേമോളജി എന്ന് പറയും. സ്പേമോളജി എന്ന് പറയുന്നു. സ്പേമോളജി. വിത്തുകളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണെന്ത്? സ്പേമോളജി. ഓക്കെ. അപ്പോൾ വിത്ത് എന്താണ്? ബീജമൂലം, ബീജശീർഷം, ബീജപത്രങ്ങൾ എന്താണെന്ന് അല്ലേ. ബീജമൂലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം വരുന്ന ഭാഗമാണെന്ത്? ബീജമൂലം അല്ലേ. അത് കഴിഞ്ഞ് മുകളിലേക്ക് വരുന്ന ഭാഗമാണെന്ത്? ബീജശീർഷം. ആ ബീജശീർഷത്തിൻ്റെ അവിടെ കാണുന്ന കട്ടിയുള്ള ഭാഗമാണെന്ത്? ബീജപത്രം അല്ലേ, കോട്ടിലേഴ്സ് എന്ന് പറയുന്നു. ഇനി കാണ്ഡം എന്താണ്? ബീജശീർഷം വളർന്ന് വലുതാകുന്ന ആ ഭാഗം എന്താണ്? കാണ്ഡം എന്ന് പറയും. സിമ്പിളെ കാണ്ഡം എന്ന് പറയുന്നു. അപ്പോൾ അത്രയുമാണ് ആ ഒരു കാര്യം. നെക്സ്റ്റ് ചോദ്യം:
എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏതാണ്? എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. എന്താണ് എക്സിറ്റു കൺസർവേഷൻ? അതായത് ഒരു ജീവിയുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന പരിപാടിയാണെന്ത്? എക്സിറ്റു കൺസർവേഷൻ. അവരുടെ ശരിക്കുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് കൊണ്ടുവരെ സംരക്ഷിക്കുന്ന പരിപാടിയാണെന്ത്? എക്സിറ്റു കൺസർവേഷൻ അല്ലേ? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഗാർഡനിൽ പോവുകയാണെങ്കിൽ എന്ത് കാണാം? പല ചെടികൾ കാണാൻ കഴിയത്തില്ലേ? അവയൊക്കെ നോക്കി വളർത്തുക ചെയ്യാം. ശരിക്കും അവർ കാട്ടി വളരുമല്ലോ ചെയ്യുക. നമ്മൾ അവിടെ കൊണ്ടുപോയി അവരെ പരിപാലിച്ച് ഉണ്ടാക്കി വെക്കുന്ന സ്ഥലമാണെന്ത്? ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുക. അപ്പോൾ എന്താണ് പറയുന്നത്? എക്സിറ്റു അപ്പോൾ എന്താണ്? ജീവജാലങ്ങൾ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന ആ പരിപാടിയാണെന്ത്? എക്സിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങൾ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് കൊണ്ടുപോയി സംരക്ഷിക്കുന്ന പരിപാടിയാണെന്ത്? എക്സിറ്റു കൺസർവേഷൻ. ഉദാഹരണം ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നു. മറ്റുള്ളവ ഏതൊക്കെയാണ്? എക്സിറ്റു കൺസർവേഷനിൽ മറ്റുള്ളവ ഏതൊക്കെ വരാം? എക്സിറ്റുവിൽ ഏത് വരാം? ഏത് ബൊട്ടാണിക്കൽ ഗാർഡൻ വന്നതിന് എന്താണ്? സുവോളജിക്കൽ ഗാർഡൻ വരാം. സുവോളജിക്കൽ ഗാർഡൻ അല്ലേ? ജന്തുക്കളെ കൊണ്ടുപോയി പ്രത്യേകിച്ച് പാർപ്പിക്കുന്നു. അടുത്തത് ഏത് വരാം? ജീൻ ബാങ്കുകളുണ്ട് അതിൻ്റെ കൂടെ. ജീൻ ബാങ്കുകൾ പ്രധാനമായിട്ട് നമുക്ക് SCERT പഠിക്കാനുള്ള 3 പോയിന്റുകൾ ഏതൊക്കെ തന്നെ ഉള്ളൂ? സുവോളജിക്കൽ ഗാർഡന്, ബൊട്ടാണിക്കൽ ഗാർഡന്, ജീൻ ബാങ്ക് ഉണ്ട് അല്ലേ? ജീൻ ബാങ്ക് അവിടെ വിത്തുകളെയും ബീജങ്ങളെയൊക്കെ എടുത്ത് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ജീൻ ബാങ്ക് എന്ന് പറയുമ്പോൾ. സുവോളജിക്കൽ ഗാർഡന്, ബൊട്ടാണിക്കൽ ഗാർഡൻ പോലെ ജീൻ ബാങ്കും ഉണ്ട്. ജീൻ ബാങ്ക്, ജീൻ എഴുതാമേ, ജീൻ ബാങ്ക് ഉണ്ട്. 3 പ്രധാനമായിട്ട് എന്തുള്ളൂ? എക്സിറ്റു ഉള്ളൂ. അതങ്ങ് പഠിച്ചു വെക്കുക. ഈ 3 അല്ലാത്ത ചോദിച്ചാൽ ബാക്കി ഇൻസിറ്റു ആണ്. അങ്ങനെ ഓർത്താലും മതി. അപ്പോൾ സുവോളജിക്കൽ ഗാർഡന്, ബൊട്ടാണിക്കൽ ഗാർഡന്, ജീൻ ബാങ്കുകളും എന്താണ്? എക്സിറ്റു കൺസർവേഷൻ. ഒന്നുകൂടി പറയാതെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന പരിപാടിയാണെന്ത്? എക്സിറ്റു കൺസർവേഷൻ. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംരക്ഷിക്കുക എന്നാണ് അർത്ഥം. ഇനി അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന കാര്യം കൂടി ഉണ്ട്. എന്തായിരുന്നു അത്? ഇൻസിറ്റു കൺസർവേഷൻ. അതും ചോദിക്കാറുണ്ട്. ഇൻസിറ്റു എന്താണ്? അതായത് ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന പരിപാടിയാണെന്ത്? ഇൻസിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ ഇൻസിറ്റു, അവിടെ തന്നെ ഇൻസിറ്റു കൺസർവേഷൻ. അവിടെ തന്നെ സംരക്ഷിക്കുന്ന പരിപാടിയാണെന്ത്? ഇൻസിറ്റു കൺസർവേഷൻ. അത് ഏതൊക്കെയാണെന്ന് നോക്കി വെച്ചോളൂ. ഏതൊക്കെയാണ്? ഒന്ന് വന്യജീവി സങ്കേതങ്ങൾ, മറ്റൊന്ന് നാഷണൽ പാർക്കുകൾ. വന്യജീവി സങ്കേതങ്ങൾ, മറ്റൊന്ന് നാഷണൽ പാർക്കുകൾ, പിന്നെ കമ്മ്യൂണിറ്റി റിസർവുകൾ. അതിൻ്റെ എക്സാമ്പിൾ ഇത് പറയാം. നമ്മുടെ മലപ്പുറം, കോഴിക്കോട് ജില്ലയിൽ കാണുന്ന സാധനം ഉണ്ടല്ലോ, കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. അതോർത്താൽ മതി. പിന്നെ വരുന്ന നമ്മുടെ ബയോസ്ഫിയർ റിസർവുകളൊക്കെ വരുന്നുണ്ട് അല്ലേ? അഗസ്ത്യകൂടം, നീലഗിരി ഒക്കെ വരുന്ന ബയോസ്ഫിയർ റിസർവ് ഉണ്ട്. അതുപോലെ വരുന്ന കാവുകൾ അത് തന്നെയാണ്. ഓക്കെ, ഇതെല്ലാം എന്താണ്? നമ്മുടെ ഇൻസിറ്റു കൺസർവേഷൻ പരിപാടിയാണ്. വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയറുമൊക്കെ എന്താണ്? നമ്മുടെ ഇൻസിറ്റു കൺസർവേഷൻ. അപ്പോൾ എക്സിറ്റു, ഇൻസിറ്റു മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, എൻ്റെ എക്സാമ്പിൾസാണ് പഠിക്കേണ്ടത്. അപ്പോൾ എക്സിറ്റുവിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെ വന്നിട്ടുണ്ട്? ഒന്ന് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്, നെക്സ്റ്റ് സുവോളജി ഗാർഡൻ ഉണ്ട്, അടുത്തത് ജീൻ ബാങ്ക്. ആ 3 പഠിച്ച് വെച്ചേക്കുക. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ചോദിക്കുമ്പോൾ എന്താ ശരിക്കും? അത് ഇൻസിറ്റു ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, പഠിക്കാൻ പാടുള്ളവർക്ക് വേണ്ടി പറയുന്നതാണത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ആൻസർ അതാണ്, ഓപ്ഷൻ ഡി ആണ്, ഗോൾജി കോംപ്ലക്സ്. ഗോൾജി കോംപ്ലക്സ് ആണ്, ഗോൾജി കോംപ്ലക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കുള്ള എന്താണ്? റൈബോസോം എന്ന് പറഞ്ഞ കോശാംഗങ്ങൾ ഇല്ല. ഒരു കോശം എന്ന് പറയുമ്പോൾ കോശത്തിനകത്ത് എന്തൊക്കെ ഒരു കോശം വരികയാണെങ്കിൽ കോശം വരച്ചാൽ അതിനകത്ത് എന്താണ്? മർമ്മമുണ്ട് അല്ലേ? ന്യൂക്ലിയസ്, മർമ്മകവും ഒക്കെ ഉണ്ട്. അവിടെയാണ് നമ്മുടെ ക്രോമസോമുകളും ജീനുകളും ഒക്കെ ഉള്ളത്. ആ മർമ്മത്തിന് അത്രയും ഭാഗം ന്യൂക്ലിയസ്, മർമ്മം. ഇതാണ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ന് പറയും. മർമ്മമുണ്ട്, മർമ്മകം അതിനകത്തുണ്ട്. ന്യൂക്ലിയസ്, ന്യൂക്ലിയോലസ്, മർമ്മകം ഇത്രയും പറയും. അതിനകത്ത് ആര് കാണുക? നമ്മുടെ എന്താ പറയുന്നത്? ക്രോമസോംസ് ഇല്ലേ? ജീനുകൾ പറയാറില്ലേ? ജീനുകൾ അവിടെ അടങ്ങിയിട്ടുള്ളത്.
ബാക്കി ഭാഗം അല്ലേ എന്താണ് കോശം, ഇത് പ്രോട്ടോപ്ലാസം എന്ന് പറയും. പ്രോട്ടോപ്ലാസം, കോശദ്രവ്യം പ്രോട്ടോപ്ലാസം. ഒരു കോശം എടുത്താൽ ഏറ്റവും അകത്ത് അതിൻ്റെ മർമ്മകം അല്ല ന്യൂക്ലിയസ് ഉണ്ട്. ഇത് കോശ ഭിത്തി അല്ലേ, സസ്യങ്ങളിൽ കോശ ഭിത്തി, ജന്തുക്കളിൽ എന്ന് പറയും കോശ സ്തരം എന്ന് പറയും. കോശ സ്തരം എന്ന് പറയും, ജന്തുക്കളെ പറയാം. കോശസ്തരമാണിത്. കോശത്തിൻ്റെ പുറമേയുള്ള ആവരണമാണിത് കോശസ്തരം എന്ന് പറയുക ഇല്ലേ, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. കോശസ്തരം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ന്യൂക്ലിയസ് ഇവിടെയുണ്ട്, കോശസ്തരം ഇതുണ്ട്. ഇതിനിടയ്ക്ക് കാണുന്ന ഭാഗമാണെന്ത് കോശദ്രവ്യം എന്ന് പറയും ഇല്ലേ. അവിടെയാണ് ആര് കാണുക, ഈ കോശാംഗങ്ങളെല്ലാം അവിടെയാണ് കാണുക. കോശസ്തരം ഇതാണ്, മർമ്മം ഇതാണ് അല്ലേ. അതിനകത്ത് കാണുന്ന കോശദ്രവ്യം, ആ ദ്രവ്യം മീൻസ് വെള്ളം പോലുള്ള ഭാഗം, അവിടെയാണ് എന്ത് കാണുക, കോശാംഗങ്ങൾ കാണുക. സാധാരണ കോശാംഗം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഈ പറഞ്ഞ റൈബോസോമുകൾ, ഗോൾജി ജന്തുകോശം പറയാം, റൈബോസോമുകൾ, ഗോൾജി കോംപ്ലക്സ്, എൻഡോപ്ലാസം റെറ്റിക്കുലം ഉണ്ട്, ഓക്കെ, മൈറ്റോകോൺട്രിയ ഉണ്ട്, ഫേനമുണ്ട്. ഇതെല്ലാം അടങ്ങിയ ആണെന്ത് ഒരു കോശാംഗങ്ങൾ, കോശത്തിലെ അവയവങ്ങൾ കോശാംഗങ്ങൾ എന്ന് പറയും. ഇവയ്ക്കെല്ലാം ഓരോരോ പ്രത്യേക ധർമ്മങ്ങൾ, ഓരോരോ പ്രത്യേക ഫങ്ഷൻ, ഓരോ ധർമ്മമുണ്ട്. അപ്പം ജന്തുകോശം എടുത്തു കഴിഞ്ഞാൽ ഫേനം വളരെ ചെറുതായിരിക്കും, ഓക്കെ, ഫേനങ്ങൾ വളരെ ചെറുതായിരിക്കും. ഇത് നമ്മൾ പറഞ്ഞ റൈബോസോം നോക്കാം. ഇത് മാംസം നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, മാംസം നിർമ്മിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. ഓക്കെ, റൈബോസോമിൻ്റെ ഫംഗ്ഷൻ എന്താണ്, മാംസ നിർമ്മാണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുക, ചോദിക്കാറുള്ളത്, മാംസം നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ മൈറ്റോകോൺട്രിയ, നമ്മുടെ ഒരു കോശം എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടൊരു പാർട്ടാണെന്ത് മൈറ്റോകോൺട്രിയ അല്ലേ. ഇതേപോലെ ഇങ്ങനെ വരച്ച് വെച്ചേക്കും. ഈ മൈറ്റോകോൺട്രിയക്കകത്ത് കാണുന്ന ഇങ്ങനെ ചുളിവ് പോലെ കാണുന്ന ഭാഗം എന്താണ്, ഇത്തരം ഭാഗം, ഈ ഒരു ഭാഗമൊക്കെ എന്ത്, ഇത് ഈ ഇരിക്കുന്ന ഭാഗം എന്താണ്, ക്രിസ്റ്റ എന്ന് പറയും. ഇതിനകത്ത് നടക്കുന്നത്, ഇതിൻ്റെ പരിപാടി എന്താ, മൈറ്റോകോൺട്രിയയുടെ ഇവരാണ് എനർജി ഉൽപ്പാദിപ്പിക്കുക, ATP ഉൽപ്പാദിപ്പിക്കുക. ATP എന്ന് പറയുമ്പോൾ അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് അല്ലേ, ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ് മൈറ്റോകോൺട്രിയ. അപ്പോൾ നമ്മുടെ ഒരു കോശം എന്ന് പറയുമ്പോൾ കോശത്തിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് തന്നെയാണ് മൈറ്റോകോൺട്രിയയാണ്. അവരാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുക, ഇവിടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക. ആ ഊർജ്ജം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, ഓക്കെ, നമ്മൾ ജീവിക്കുന്നതാണ് ആ ഊർജ്ജം കൊണ്ടാണ്. അപ്പോൾ കോശാംഗമായ മൈറ്റോകോൺട്രിയ എന്തുണ്ടാക്കുന്നു, ഊർജ്ജം ഉൽപ്പാദിപ്പിക്കില്ല. ഇവിടങ്ങളിലേക്കാണ് എന്ത് വരിക, ഈ ഓക്സിജനെ കൊണ്ടെത്തിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇവരുണ്ടാക്കുന്ന ഈ ഊർജ്ജത്തിൻ്റെ പേരെന്താണ്, ATP ആണ്. മൈറ്റോകോൺട്രിയ ആണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ATP എന്ന് പറയുന്ന ഊർജ്ജ കണികയെ ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ മൈറ്റോകോൺട്രിയയുടെ ധർമ്മം അതാണ്. റൈബോസം എന്താണ്, മാംസതന്മാത്ര, പ്രോട്ടീനുകൾ, മാംസത്തെ ഉണ്ടാക്കുന്നതാണ് റൈബോസോമുകൾ എന്ന് പറയുക. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇവിടെ, ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം എന്താണ്, ഗോൾജി കോംപ്ലക്സ് ആണ് ഇല്ലേ, ഗോൾജി കോംപ്ലക്സ് ആണ്. നെക്സ്റ്റ് ചോദ്യം, തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. പ്രോട്ടീൻ കണ്ടെത്തുക, രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഉത്തരം ആരാണ്, ഗ്ലോബുലിനാണ്. ഉത്തരം ഗ്ലോബുലിൻ അല്ലേ, ഉത്തരം ഗ്ലോബുലിനാണ്. ഗ്ലോബുലിൻ എന്ന് പറയുമ്പോൾ അതായത് രക്തത്തിൽ കാണുന്ന പ്രോട്ടീനുകൾ മറ്റ് രണ്ടെണ്ണം കൂടി ഉണ്ട് അല്ലേ. പ്രധാനമായിട്ടും പ്ലാസ്മ പ്രോട്ടീൻസ്, രക്തത്തിനകത്ത് കടങ്ങിയ രക്തത്തിലെ ദ്രാവക ഭാഗമാണെന്ത്, പ്ലാസ്മ അല്ലേ. രക്തത്തിനകത്തുള്ള ദ്രാവക ഭാഗമാണെന്ത്, പ്ലാസ്മ എന്ന് പറയാം. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയാം. ആ പ്ലാസ്മയിൽ 3 പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ, 3 പ്രോട്ടീനുകൾ. ഒന്ന് ഫൈബ്രിനോജൻ, മറ്റൊന്നെന്താണ്, ഗ്ലോബുലിൻ, അടുത്തത് ആൽബുമിൻ. അങ്ങനെ 3 എണ്ണം ഉണ്ട്, ഫൈബ്രിനോജൻ, ആൽബുമിനും ഗ്ലോബുലിനും, അങ്ങനെ 3 തരം പ്രോട്ടീൻസാണ് രക്തത്തിൻ്റെ പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട്. ഗ്ലോബുലിൻ്റെ ധർമ്മം തന്നെ ആദ്യം പറയാം. ഗ്ലോബുലിൻ എന്താ ചെയ്യുക, ആൻറ്റിബോഡികൾ നിർമ്മിക്കുന്ന പരിപാടി ആർക്കുള്ളത്, ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണെന്ത്, ഈ ഗ്ലോബുലിൻ എന്ന് പറയാം. ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പ്രതിരോധ ശക്തി എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻസ് ആണെന്ത്, ഗ്ലോബുലിൻ എന്ന് പറയാം. ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നവയാണെന്ത്, ഈ ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൽബുമിൻ്റെ ധർമ്മം എന്താണ്, രക്തസമ്മർദ്ദം, BP എന്ന് ഓർക്കാം. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻസ് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ആൽബുമിനാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന
പ്ലാസ്മ പ്രോട്ടീനുകളാണെന്ത് ആൽബുമിൻ എന്ന് പറയുക. ഫൈബ്രിനോജൻ ഇപ്പോൾ എന്താ വളരെ ഇമ്പോർട്ടൻറ്റ്. ഫൈബ്രിനോജൻ ആരാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളാണെന്ത്? ഫൈബ്രിനോജൻ എന്ന് പറയുക. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണെന്ത്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നവയാണെന്ത്? ഫൈബ്രിനോജനുകൾ. ഓക്കെ. അപ്പോൾ അങ്ങനെ രക്തത്തിൻ്റെ പ്ലാസ്മയിൽ 3 തരം പ്രോട്ടീൻസ് ഉണ്ട്: ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ്റെ ധർമ്മം എന്താണ്? ഇവിടെ നോക്കാം. BP നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഗ്ലോബുലിൻ്റെ എന്താണ്? ആൻറ്റിബോഡി നിർമ്മിക്കുന്നതിന് സഹായിക്കുന്നു. പിന്നെ ഫൈബ്രിനോജൻ്റെ മറക്കരുത്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നവയാണെന്ത്? ഫൈബ്രിനോജൻ എന്ന് പറയാം. ഈ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ സാധനം എന്താണ്? ക്രിയാറ്റിൻ എന്നൊക്കെ പറയുമ്പോൾ അതായത് മാംസ്യം വിഘടിച്ചുണ്ടാകുന്നൊരു പദാർത്ഥമാണെന്ത്? ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ. അതായത് അത് എന്താ പറയുക, കിഡ്നിയുടെ ഫങ്ഷൻ മോശമാകുമ്പോൾ, ശരിയായി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ, അല്ലേ, നമുക്ക് ഈ മൂത്രം വലിച്ചു മാറ്റുമ്പോൾ, ബ്ലഡിൽ നിന്ന് മൂത്രം വലിച്ചു മാറ്റുമ്പോൾ കിഡ്നി ഫങ്ഷൻ ശരിയായി നടക്കത്തില്ല എങ്കിൽ അതിൽ കൂടുതൽ വിസർജിച്ച് പോകുന്ന പദാർത്ഥമാണെന്ത്? ക്രിയാറ്റിൻ എന്ന് പറയും. അതുണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ മാംസ്യം വിഘടിക്കുമ്പോഴാണത് ഇതുണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം. തന്നിരിക്കുന്നവയിൽ മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നവയിൽ മാംസം എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്. പ്രോട്ടീൻ, അതിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് നോക്കി എഴുതുക. ഏതാണ് ഉത്തരം? പ്രോട്ടിയേസ്, ലിപ്പേസ്, പെപ്സിൻ, ട്രിപ്സിൻ. ആൻസർ ഏതാണ്? ആൻസർ നമുക്കറിയാം. ആൻസർ ഇതാണ്, ലിപ്പേസ് ആണ്. ആൻസർ ലിപ്പേസ് ആണ്. പ്രോട്ടീൻ്റെ അല്ലെ മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്ത ഇതാരായിരുന്നു ഇവിടെ? ലിപ്പേസ് ആണ്. ലിപ്പേസ് ശരിക്കും എന്താണ് ചെയ്യുക? ലിപ്പേസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ലിപ്പേസിൻ്റെ ഫംഗ്ഷൻ ലിപ്പിഡ് നോക്കാം. ലിപ്പേസിൻ്റെ ഫംഗ്ഷൻ ധർമ്മം എന്താണ്? ലിപ്പിഡിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്ന രാസാഗ്നി എൻസൈമാണ് ലിപ്പേസ്. ലിപ്പിഡ്, കൊഴുപ്പില്ല, ലിപ്പിഡ് മീൻസ് കൊഴുപ്പ്. ലിപ്പിഡിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്ന പ്രവർത്തനം ചെയ്യുന്ന ആരാണ്? ഈ ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ലിപ്പിഡിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്ന എൻസൈമാണെന്ത്? ലിപ്പേസ് എന്ന് പറയുക, അല്ലേ? അപ്പോൾ അങ്ങനെ ബാക്കി 3 എന്താണ്? മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധപ്പെട്ട എൻസൈമുകളാണ്, അല്ലേ? മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ പ്രോട്ടിയേസും പെപ്സിനും ട്രിപ്സിനുമുണ്ട്. ഇത് 3 എന്താണ്? പ്രോട്ടിയേസ്, പെപ്സിന്, ട്രിപ്സിൻ. ഇത് 3 മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ ദഹിക്കാൻ സഹായിക്കുന്നവയാണ്. ഇനി നോക്കാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞെന്തായിരുന്നു? മാംസദഹനവുമായി ബന്ധപ്പെട്ട 3 എൻസൈംസ് ആണ്. പ്രോട്ടിയേസും പെപ്സിനും ട്രിപ്സിനും 3 എന്ന് പറഞ്ഞില്ലേ? അത് 3. അപ്പോൾ ഇവനെ ലിപ്പേസിനെ അങ്ങോട്ട് മാറ്റി നിർത്തുക. ലിപ്പേസിൻ്റെ ഫംഗ്ഷൻ അറിയാമല്ലോ. ലിപ്പിഡിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും മാറ്റുന്ന പ്രവർത്തനം ചെയ്യുന്ന ആരാണ്? ഈ ലിപ്പേസ്. അത് പഠിച്ച് മാറ്റി വെക്കുക. അത് ലിപ്പിഡിൻ്റെ കാര്യമാണ്, അത് വേണ്ട. ഇനി പ്രോട്ടിയേസ്, പെപ്സിൻ, ട്രിപ്സിൻ എന്നിവയെ നോക്കാം, അല്ലേ? മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധപ്പെട്ട 3 ഇനിയും നമുക്ക് നോക്കുമ്പോൾ ദഹനം എടുക്കുമ്പോൾ മാംസത്തിൻ്റെ ദഹനം ആരംഭിക്കുന്ന എവിടെ വെച്ച് തന്നെയാണ്? ആമാശയത്തിൽ വെച്ചാണ്. നമ്മുടെ അല്ലേ അന്നഭാഗത്തിൻ്റെ ഒരു ഭാഗമാണെന്ത്? ആമാശയം. ആമാശയത്തിൽ വെച്ച് തന്നെയാണ് നമുക്കറിയാം. ആദ്യ ഭാഗം അറിയാമല്ലോ, ഏത്? അന്നപഥമുണ്ട്, അല്ലേ? അന്നപഥമുണ്ട്. അത് കഴിഞ്ഞിട്ട് ആമാശയം വരുന്നുണ്ട്, അല്ലേ? ആമാശയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം വരുന്നുണ്ട്. പിന്നെ വരുന്ന പക്വാശയം, പിന്നെ ചെറുകുടൽ വരുന്നുണ്ട്, അല്ലേ? അപ്പം ഈ ആമാശയത്തിൽ വെച്ച് നടക്കുന്നുണ്ട് പ്രോട്ടീൻ്റെ ദഹനം തുടങ്ങുന്നത്. അപ്പോൾ ചോദ്യം വരുന്നുണ്ട് ഇവിടെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതും തന്നെ ആമാശയത്തിൽ വെച്ചാണ് മാംസത്തിൻ്റെ ദഹനം നടക്കുക. ആമാശയത്തിൽ വെച്ച് മാംസദഹനം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? പെപ്സിൻ. നോക്കൂ, ഇവിടെ പെപ്സിൻ ഉണ്ട്, അല്ലേ? പെപ്സിൻ എന്ത് ചെയ്യുന്നുണ്ട്? പെപ്സിൻ മാംസത്തെ പെപ്റ്റോൺസ് ആക്കി മാറ്റുന്നു. ആമാശയത്തിൽ വെച്ച് പെപ്സിനുകൾ എന്ത് ചെയ്യുന്നു? മാംസത്തെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നു. ആമാശയത്തിൽ വെച്ച് പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം മാംസത്തിനെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നു. ആമാശയത്തിൽ വെച്ച് പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം മാംസത്തെ എന്താക്കി മാറ്റുന്നുണ്ട്? പ്രോട്ടീൻ പഠിച്ചാൽ മതി, ഓർക്കാൻ പറ്റും. പെപ്റ്റോണുകൾ ആക്കി മാറ്റുന്നു. അപ്പോൾ ആമാശയത്തിൽ വെച്ചാണ് മാംസദഹനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നു.
അങ്ങനെ മാംസ്യം ആമാശയത്തിലുള്ള പെപ്സിൻ എന്ന് പറഞ്ഞൊരു എൻസൈമുണ്ട്, രാസാഗ്നിയുണ്ട്. അത് മാംസത്തിനെ, പ്രോട്ടീനിനെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നു. ഓക്കെ, പെപ്റ്റോണുകളാക്കിയാണ് മാറ്റുക. അപ്പോൾ അത്രയും കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ട്രിപ്സിൻ്റെ ധർമ്മം എന്താ? ട്രിപ്സിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ധർമ്മം എന്താണ്? ട്രിപ്സിൻ അല്ലേ? ട്രിപ്സിനാണ് പെപ്റ്റോണുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുക. പെപ്റ്റോണുകളെ അമിനോ ആസിഡാക്കി മാറ്റുന്നത് ട്രിപ്സിനാണ്. പെപ്റ്റോണുകളെ അമിനോ ആസിഡായി മാറ്റുന്ന ആരാണ്? ഈ ട്രിപ്സിനാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ലാസ്റ്റ് ഫോമാണെന്ത്? ഒരു മാംസം ദഹിച്ച് അതിൻ്റെ ഏറ്റവും മിടുക്ക് കണികയാണെന്ത്? അമിനോ ആസിഡ് എന്ന് പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ദഹനം. അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് സംഭവങ്ങൾ കണക്കുന്നുണ്ട്, പോട്ടെ, നമുക്കിവിടെ പഠിക്കാൻ. ട്രിപ്സിൻ്റെ എൻസൈമിൻ്റെ ധർമ്മമാണ്. അതെന്ത് ചെയ്യുന്നു? പെപ്റ്റോണുകളെ വിഘടിപ്പിച്ച് എന്തായിട്ട് മാറ്റുന്നു? അമിനോ ആസിഡുകളാക്കി, ചെറിയ കണികകളാക്കി മാറ്റുന്നു അല്ലേ? അപ്പോൾ അവസാനം ആ മാംസം ദഹനത്തിൻ്റെ എന്താണ്? ഈ ട്രിപ്സിനാണ് ചെയ്യുക അല്ലേ? പെപ്റ്റോണുകളെ എന്താക്കി മാറ്റുന്നു? അമിനോ ആസിഡുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന ശരിക്കും ഇവിടെ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന അല്ലേ? വാസോപ്രസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാസോപ്രസിൻ്റെ മറ്റൊരു പേരും നമുക്കറിയാം. എന്താണ്? ADH അല്ലേ? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. വാസോപ്രസിൻ്റെ മറ്റൊരു പേരെന്താ? ആദ്യം ഇത് പഠിക്കുക. എന്താണത്? ADH എന്ന് പറഞ്ഞാൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നാണ് പറയുക. വാസോപ്രസിൻ അല്ലെങ്കിൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്നു അല്ലേ? ഇതിൻ്റെ ധർമ്മം എന്താണ്? വൃക്കാനളികകളിലെ ജലത്തിൻ്റെ പുനരാകിരണ തോത് നിയന്ത്രിക്കുന്ന ഹോർമോൺ ആരാണ്? ഈ ADH ആണ്. വൃക്കയുടെ നളികകളില്ലേ, വൃക്കാനളികകൾ എന്ന് പറയുമ്പോൾ അതേതാണ്? നമ്മൾ കിഡ്നി എടുത്തിട്ട് അത് ചെറിയ സബ് യൂണിറ്റ്സ് ഉണ്ട്. അതാണ് ഒരു കിഡ്നി എടുത്തു കഴിഞ്ഞ്, കിഡ്നി നമുക്കറിയില്ലേ, അതിൻ്റെ ഏറ്റവും ചെറിയ ഘടകം അതാണ് നെഫ്രോൺ എന്നാണ് പറയുക അല്ലേ? നെഫ്രോൺ എടുക്കുമ്പോൾ നെഫ്രോണിലും പിന്നെന്തുണ്ട്? ഒരുപാട് ഘടനയുണ്ട്. ഏതൊക്കെയാണ്? ബൊമാൻസ് ക്യാപ്സുൾ ഉണ്ട്, വൃക്കാനളികകൾ അല്ലേ? അപ്പോൾ നെഫ്രോൺ എടുക്കുമ്പോൾ സിമ്പിളി ഇതെന്താണ് പറയുക? നെഫ്രോൺ. ഇത് മൊബൈൽസ് ക്യാപ്സുൾ എന്ന് പറയും അല്ലേ? ഇവിടെ നിങ്ങൾ ഒരു സാധനം വന്നിട്ട് ഇതേപോലെ കുറേ സാധനമുണ്ട്, പിന്നെ പുനരാകിരണ തോത് അങ്ങനെയുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ ഈ സംഭവങ്ങളിലെ കുറേ നാളികൾ പോലെ സാധനം നെഫ്രോണിനകത്തുണ്ട്. ബൊമാൻസ് ക്യാപ്സൂൾ, ഇത് ബൊമാൻസ് ക്യാപ്സൂൾ എന്ന് പറയും, അരിച്ചു മാറ്റും. ഇത് പിന്നെ നീണ്ട കുഴലുകളാണ്, അതാണ് വൃക്കാനളികകൾ എന്ന് പറയും, നാളികകൾ എന്ന് പറയുക അല്ലേ? ഇവിടെ ഇങ്ങനെ വേറൊരു ഹെൻലി സ്റ്റൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വൃക്കാനളികകളാണ്. അപ്പോൾ നോക്കാം, നെഫ്രോണ് ഇത് കിഡ്നിയാണ്. കിഡ്നി ഏറ്റവും ചെറിയ യൂണിറ്റാണ് എന്താ? നെഫ്രോൺ എന്ന് പറഞ്ഞാൽ അനേക ലക്ഷം നെഫ്രോണുകൾ ചേർന്നാണ് എന്ത്? ഒരു കിഡ്നി എന്ന് പറയുക. ആ നെഫ്രോണിൽ പിന്നെ എന്തുണ്ട്? ഓരോ നെഫ്രോൺ വലിയ സംഭവമാണ് കേട്ടോ. ഇതിൽ ബൊമാൻസ് ക്യാപ്സുളുണ്ട്, ഇവിടെ ചെറുതൊന്ന് അരിച്ചു മാറ്റുന്നുണ്ട്, പിന്നെ ഇതുപോലെ ട്യൂബുകളുണ്ട്, ഇങ്ങനെയുണ്ട്, കുറേയധികം ട്യൂബുകളുണ്ട് അല്ലേ? അതിന് 3 പാർട്ടുണ്ട് ഇതിന് മെയിൻലി. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ എന്താണ്? വൃക്കാനളികളെ പറ്റി പറയാൻ വേണ്ടി പറഞ്ഞാണ് അല്ലേ? അപ്പോൾ ഇവിടെ ചെന്ന് നടക്കുക, വൃക്കാനളികകളിൽ ചെന്ന് നടക്കുന്നത് ജലത്തിൻ്റെ പുനരാകിരണ തോത് നിയന്ത്രിക്കുക. എത്രമാത്രം വെള്ളം പുറത്തേക്ക് വിടണമെന്ന് അല്ലേ, വേസ്റ്റ് കളണം എന്നുള്ളത് നിയന്ത്രിക്കുന്ന ആരാണ്? ഇവിടെ വൃക്കാനളികകളിലുള്ള സംഭവമാണ്. അവിടെയുള്ള ആരാണ്? വാസോപ്രസിനാണ്. ആ വാസോപ്രസിൻ്റെ മറ്റൊരു പേരാണെന്ത്? ADH അല്ലേ? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയാം. അപ്പോൾ വാസോപ്രസിൻ അല്ലെങ്കിൽ ADHൻ്റെ ധർമ്മം എന്താണ്? വൃക്കാനളികകളിലെ ജലത്തിൻ്റെ പുനരാകിരണ തോത്, വീണ്ടും ആകിരണം ചെയ്യാനുള്ള തോത് എത്ര വേണം എന്നുള്ളത് നിയന്ത്രിക്കുന്ന ഹോർമോൺ. വീണ്ടും ആകിരണം ചെയ്യണം ഇല്ലേ? നമ്മളതിൽ ബ്ലഡിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്, വീണ്ടും ആകിരണം ചെയ്ത് നമ്മുടെ ബോഡിക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം പുനരാകിരണ തോത് നിയന്ത്രിക്കുന്ന ഹോർമോണാണെന്ത്? ഈ ADH അല്ലെങ്കിൽ വാസോപ്രസിൻ. അപ്പോൾ അതില്ലേ എന്ത് സംഭവിക്കാം? ആ വെള്ളം അത്രയും ഒഴുകി അങ്ങ് മൂത്രമായിട്ട് പോകത്തേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് അത് കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഹോർമോണാണെന്ത്? വാസോപ്രസിൻ അല്ലെങ്കിൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. അപ്പോൾ അങ്ങനെ ഈ ADHൻ്റെ ഹോർമോണിൻ്റെ കുറവുണ്ടെങ്കിൽ അല്ലേ, ഇതങ്ങ് പോകും, യൂറിൻ വഴി വെള്ളം അങ്ങ് പോകത്തില്ലേ? അപ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം എന്താണ്? ഈ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിൻ അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? ഏത് രോഗമാണത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഞാൻ ചെറിയ കോഡ് ഭാഷ എഴുതുന്നു വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ ആയതുകൊണ്ട് വേഗം
കിട്ടാൻ വേണ്ടിയാണ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഓക്കെ, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്. അപ്പോൾ ADH എന്ന ഹോർമോണിൻ്റെ കുറവ് മൂലം നമുക്ക് ഏത് അസുഖമുണ്ടാകാം? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന അസുഖം ഉണ്ടാകാം. അത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇനി വാസോപ്രസിൻ്റെ ധർമ്മം മനസ്സിലായി അല്ലേ? മനസ്സിലായി വിശ്വസിക്കുന്നു. ഇനി ADH നമുക്ക് കൂടുതൽ പറയാം അല്ലേ? മർദ്ദ വ്യത്യാസം. അപ്പോൾ എപ്പോഴാണ് ഈ പുനരാഗമന തോത് എങ്ങനെയൊക്കെയൊന്നും വെറുതെ പറയാം. അതായത് നമ്മുടെ ജലത്തിൻ്റെ പുനരാഗമന തോത് ശരീരത്തിൽ നിന്ന് വിയർപ്പ് മൂലം പോകാം അല്ലേ? വിയർപ്പ് മൂലം, അതുപോലെ മലത്തിലൂടെ പോകാം, അവരോടൊക്കെ നഷ്ടപ്പെടുന്നു. അപ്പോൾ ജലത്തിൻ്റെ അളവ്, കോശദ്രവ്യങ്ങളുടെ വ്യതിയാനമർദ്ദം ഇവയ്ക്കെല്ലാം അനുസൃതമായിട്ട് വ്യത്യാസപ്പെടുന്നു. ഒന്നുകൂടെ പറയാം, ജലത്തിൻ്റെ ഈ പുനരാഗമന തോത് എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. നോക്കിക്കോളൂ, ജലത്തിൻ്റെ പുനരാഗമന തോത് ശരീരത്തിൽ നിന്നും വിയർപ്പ്, മലം, ഓക്കെ, ഇവയിലൂടെ നഷ്ടപ്പെടുന്ന ജലത്തിൻ്റെ അളവ്, അതുപോലെ കോശാന്തര ദ്രവ്യങ്ങൾ, അവിടെ വ്യതിവ്യാപനമർദ്ദം അല്ലേ? അതായത് കോശാന്തര മർദ്ദം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കോശം അല്ലേ, അടുത്ത കോശമുണ്ടെങ്കിൽ കോശദ്രവ്യമുണ്ടല്ലോ, അവിടെ വെള്ളം ഉണ്ടല്ലേ, അവിടെ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം ഓരോന്നൊക്കെ. അപ്പോൾ അവിടെ വെള്ളം വേണം. അപ്പോൾ ഒന്നിൽ കുറവാണ് അടുത്തോട്ട് കൊടുക്കും, അതാ പറഞ്ഞത്. അപ്പോൾ കോശാന്തര ദ്രവ്യങ്ങളുടെ വ്യതിവ്യാപന മർദ്ദം ഇവയ്ക്കെല്ലാം അനുസരണമായിട്ടാണ് നടക്കുന്നത് ഈ പുനരാഗമന തോത് സംഭവിക്കപ്പെടുക. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ജലാംശമുണ്ടെങ്കിൽ പുനരാഗമന തോത് കുറഞ്ഞിരിക്കും. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശമുണ്ടെങ്കിൽ പുനരാഗമന തോത് കുറഞ്ഞു വരും. ജലാംശം കുറവാണെങ്കിൽ പുനരാഗമന തോത് കൂടിയും ഇരിക്കും. അപ്പോൾ അങ്ങനെ എന്തുമാത്രം ജലം പുനരാഗമനം ചെയ്യണമെന്ന് വൃക്കാനളികകൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന പീയൂഷഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണെന്ത്? ഈ യൂറിറ്റിക് ഹോർമോൺ എന്ന് പറയുന്ന ADH എന്ന് പറയുന്ന വാസോപ്രസിൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ADH ഉൽപ്പാദനം നന്നായിട്ട് അവിടെ ഇരിക്കണം അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ജലത്തിൻ്റെ പുനരാഗമന സംവിധാനമൊക്കെ ശരിയായി നടക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ അല്ലേ, ADH കുറയുമ്പോൾ ഉണ്ടാകുന്ന അസുഖം എന്താണ്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. സോ വാസോപ്രസിനെ നന്നായി പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ചോദ്യം. അടുത്ത ചോദ്യം, രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ A ആണ്. ആദ്യമേ പറയും, ഉത്തരം ഓപ്ഷൻ A ആണ്. ഇവിടെ എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്, അത് ശരിയാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് അല്ലേ? ശരിയാണ്. ബാക്കി രണ്ടെണ്ണം തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറയാം, വൈറസ് മുഖേന പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് അല്ലേ? പ്രധാനമായിട്ടും നമുക്കറിയുന്ന വൈറസ് മുഖേന പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ രണ്ടെണ്ണം നിങ്ങൾ പഠിച്ചു. എയ്ഡ്സും നിപ്പയും നമുക്ക് മനസ്സിലാവുന്നുണ്ട്, വൈറസ് മുഖേന പകരുന്നതാണ്. എയ്ഡ്സിൻ്റെ ആ വൈറസിൻ്റെ പേരെന്താണ്? HIV എന്നാണ് അല്ലേ? HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് എയ്ഡ്സിൻ്റെ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് HIV. ഇനി മറ്റൊരു രോഗം ഏതാണ്? ഈ നിപ്പ അല്ല, മറ്റൊന്ന് എന്താണ്? ചിക്കൻ ബോക്സ് വൈറസാണ്. ആ വൈറസിൻ്റെ പേരെന്താണ് അല്ലേ? ആ വൈറസിൻ്റെ പേരെന്താണ്? വേരിസെല്ല സോസ്റ്റർ വൈറസ്. വേരിസെല്ല, ഇതൊരു ചോദിച്ചിട്ടില്ല വൈറസിൻ്റെ പേര്, പക്ഷെ ചോദിക്കാം. വേരിസെല്ല സോസ്റ്റർ വൈറസ് അല്ലേ? സോസ്പാൻ എന്നൊക്കെ ഓർക്കാം. വേരിസെല്ല സോസ്റ്റർ വൈറസ് ആണെന്ത്? ചിക്കൻ ബോക്സിൻ്റെ വൈറസ് എന്ന് പറഞ്ഞാൽ. പിന്നുള്ളത് അടുത്തത്, ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗത്തിൻ്റെ കാര്യങ്ങൾ അല്ലേ? ക്ഷയം, എലിപ്പനി നമുക്കറിയാം. ക്ഷയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്ടീരിയയുടെ പേരെന്താണ്? അത് ചോദിക്കുക അല്ലേ? ഏതാണത്? മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ക്ഷയത്തിൻ്റെ ബാക്ടീരിയയുടെ പേരെന്താണ്? മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് അല്ലേ? മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് ക്ഷയത്തിൻ്റെത്. അപ്പോൾ എലിപ്പനിയുടെ ബാക്ടീരിയ ഏതാണ്? എലിപ്പനിയുടെ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ. ഇനിയുണ്ട് ഒരു പേരും കൂടി, ലെക്ട്രോസ് ഹെമറാജിയ. ലെപ്റ്റോസ്പൈറ എന്ന് സാധാരണ കൊടുക്കാറുള്ളൂ. ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറാജിയ എന്നാണ് എലിപ്പനിയുടേതും. ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറാജിയ എന്നാണ് എലിപ്പനിയുടെ ബാക്ടീരിയയുടെ പേര്. എലിപ്പനിയുടെ ബാക്ടീരിയയുടെ പേരെന്താണ്? ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറാജിയ എന്നാണ്. പഠിച്ചില്ലേ? ഓക്കെ, ഇനി ഇവിടെ നോക്കുക. അടുത്തത് തെറ്റ് ഓപ്ഷൻസ്. ഡിഫ്തീരിയ, മലമ്പനി എന്നീ വൈറസ് രോഗങ്ങളാണ്. ഡിഫ്തീരിയ പരത്തുന്ന രോഗാരി ആരാണ്? ഡിഫ്തീരിയ ബാക്ടീരിയയാണ്. ഡിഫ്തീരിയ ബാക്ടീരിയയാണ്. ഏത് ബാക്ടീരിയ? കൊറൈൻ ബാക്ടീരിയ. ഏത് ബാക്ടീരിയ? കൊറൈൻ ബാക്ടീരിയ.
ഏത് ബാക്ടീരിയ? കൊറൈൻ ബാക്ടീരിയ. ഇനി മലമ്പനി എപ്പോഴും ചോദിക്കുന്ന, മലമ്പനിയുടെ ആരാണ്? മലമ്പനി പരത്തുന്നത് അല്ലേ? മലമ്പനി എന്താണെന്ന് അറിയാത്തത് ആരും പരീക്ഷയ്ക്ക് പോവല്ലേ. മലമ്പനി ആരാണ്? എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോയിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്. എപ്പോഴും ചോദിക്കുന്നുണ്ട്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ചോദ്യമാണ് മലമ്പനി. അതിൻ്റെ രോഗകാരി ശരിക്കും അതാരാണ്? അത് പരത്തുന്ന ഒരു ജന്തു ഏതാണ്? കൊതുകാണ് അല്ലേ? ഏത് കൊതുകാണ്? അനാഫിലിസ് പെൺ കൊതുകുകളാണ്. മലമ്പനി അനാഫിലിസ് പെൺ കൊതുകാണ്. അനാഫിലിസ് പെൺ കൊതുകാണ് മലമ്പനി അല്ലേ? അതിൻ്റെ പേരെന്താ? പ്ലാസ്മോഡിയം എന്ന രോഗാണുവാണ് പരത്തുക. അത് പരത്തുന്ന കൊതുക് ഏതാണ്? അനാഫിലിസ് പെൺ. രണ്ടും ചോദിക്കുന്നുണ്ട്. അനാഫിലിസ് പെൺ കൊതുകുകൾ പരത്തുന്ന രോഗം ഏത്? മലേറിയ അല്ലെ മലമ്പനി അല്ലേ? ഇനി അത് പരത്തുന്ന രോഗാണു ഏതാണ്? പ്ലാസ്മോഡിയം എന്ന രോഗാണു. മലേറിയ അല്ലെങ്കിൽ മലമ്പനി, പ്ലാസ്മോഡിയം എന്ന രോഗാണു. ഓക്കെ, മലമ്പനിയുടെ മറ്റു പേരെന്താണ്? ബ്ലാക്ക് വാട്ടർ ഫീവർ. ബ്ലാക്ക് വാട്ടർ ഫീവർ, ചതുപ്പ് രോഗം. ശരിയല്ല? ഇനി നമുക്ക് ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയൊക്കെ അറിയാലോ. ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയൊക്കെ ആരാണ്? ഡെങ്കിയും ചിക്കനും കൊതുകുകൾ പരത്തുന്നതല്ലേ? കൊതുകുകളാണ് അല്ലേ? ഏതുതരം കൊതുകുകൾ? കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദിച്ചതാണ്. ഏതുതരം കൊതുകുകൾ? ഡെങ്കിയും മഞ്ഞപ്പനിയും ഒക്കെ. ചിക്കൻ ഗുനി ഏതാണ്? സെയിം കൊതുകാണ്. ഏതാണ്? ഈഡീസ് ഈജിപ്റ്റി. ഏതാണ്? ഈഡീസ് ഈജിപ്റ്റി. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിക, മഞ്ഞപ്പനിയും ആരാണ്? ഈഡീസ് ഈജിപ്റ്റിയാണ്. മറക്കില്ലല്ലോ, ഈഡീസ് ഈജിപ്റ്റിയാണ്. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചു. നെക്സ്റ്റ് ചോദ്യം, ക്യൂണിക്കൾച്ചർ താഴ്ത്തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിക്കൾച്ചർ. ആൻസർ എന്താണ്? ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തൽ. ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തൽ അല്ലേ? തേനീച്ച വളർത്തലിൻ്റെ എന്താ? അപ്പീക്കൾച്ചർ അല്ലേ? അപ്പീക്കൾച്ചർ ഓർക്കാൻ എളുപ്പമുണ്ട്. അപ്പീക്കൾച്ചർ അല്ലേ? മത്സ്യം പിസിക്കൾച്ചർ അറിയാലോ. PSCI പിസിക്കൾച്ചർ മത്സ്യത്തിൻ്റെത്, അപ്പീക്കൾച്ചർ തേനീച്ച വളർത്തലിൻ്റെ അല്ലേ? അറിയാവുന്ന കാര്യം. നെക്സ്റ്റ് ചോദ്യം, കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? അസ്ഥിസന്ധിയുടെ പേരാണ് ഏത്? തെന്നി നീങ്ങുന്ന അസ്ഥി എന്ന് പറയുന്നത്. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിയുടെ പേരാണെന്ത്? തെന്നി നീങ്ങുന്ന അസ്ഥി എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ സിമ്പിളായത് പഠിക്കാം അല്ലേ? അപ്പോൾ കൈക്കുഴയിലും കാൽക്കുഴയിലും കാണപ്പെടുന്ന അസ്ഥികളാണെന്ത്? ഈ തെന്നി നീങ്ങുന്ന അസ്ഥി എന്ന് പറയാം അല്ലേ? അപ്പോൾ പല അസ്ഥികളുണ്ട്. കോളരസന്ധി, കീലസന്ധി എന്നൊക്കെയുണ്ട്. കോളരസന്ധി എവിടെ കാണുന്നു മാത്രം പഠിക്കുക. എവിടെ കാണുന്നത് അല്ലേ? തോളല്ല്, ഇടുപ്പല്ല്. ഇടുപ്പല്ല് ഇവിടങ്ങളിൽ കാണപ്പെടുന്ന സന്ധിയാണെന്ത്? ഇടുപ്പല്ല്. തോളല്ലും ഇടുപ്പല്ലും കാണപ്പെടുന്ന സന്ധിയാണെന്ത്? ഗോളരസന്ധി എന്ന് പറയാം. ഓക്കെ, അടുത്ത കീലസന്ധി, പിവറ്റ് ജോയിൻറ്റ് എവിടെ കാണപ്പെടുന്നു? ഇവിടെ കാണപ്പെടുന്നു. നട്ടലിന് മുകളിൽ തലയോട് തിരിയുന്ന ഭാഗത്തുണ്ടല്ലോ, കീലസന്ധിയാണ്. നട്ടലിന് മുകളിൽ തലയോട് തിരിയുന്ന ഭാഗം ഇല്ലേ? നമ്മുടെ തല ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് തിരിയില്ല, ആ ഭാഗമാണ് കീലസന്ധി എന്ന് പറയുന്നത്. ഓക്കെ, കീലസന്ധി. അതുപോലെ റേഡിയസ്, അൾന, ഇതൊക്കെ നമുക്കറിയണം. റേഡിയസും അൾനയൊക്കെ എന്താണ്? കീലസന്ധിക്ക് ഉദാഹരണമാണ്. റേഡിയസ് അൾന കീലസന്ധിക്ക് ഉദാഹരണമാണ്. നട്ടലിന് മുകളിൽ തലയോട് തിരിയുന്ന ഭാഗവും കീലസന്ധിക്ക് ഉദാഹരണമാണ്. കിട്ടിയല്ലോ? നട്ടലിന് മുകളിൽ കീലസന്ധി ആണുള്ളതെന്ന് ഓർത്ത് വെച്ചേക്കുക. റേഡിയസും അൾനയും. ഓക്കെ, റേഡിയസ്, അൾന. ഓക്കെ, വിജാഗിരി സന്ധിയോ? അത് ഈ കൈമുട്ട്, കാൽമുട്ട്. ഓക്കെ, കൈമുട്ട്, കാൽമുട്ട്, വിരലുകൾ. വിരലുകൾ കാണപ്പെടുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. കൈമുട്ട്, കാൽമുട്ട്, വിരലുകൾ ആ ഭാഗത്ത് കാണപ്പെടുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി എന്ന് പറയാം. ഓക്കെ, സിമ്പിളായി സന്ധി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അസ്ഥി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? അസ്ഥിസന്ധിയല്ല, അസ്ഥി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അറിയാം? സന്ധികൾ കഴിഞ്ഞില്ലേ മുഴുവൻ, അത് നോക്കിയിട്ടുണ്ടാവും. അല്ല, അസ്ഥിസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേർന്നിരിക്കുന്ന ഭാഗമാണെന്ത്? അസ്ഥിസന്ധി എന്ന് പറയുക. ഓക്കെ, ഇവിടെ സൈനോവിയൽ അറയുണ്ടായിരിക്കും. ഈ അസ്ഥിസന്ധി എന്ന് പറയുക രണ്ടോ മൂന്നോ അതിലധികം അസ്ഥികൾ ചേർന്നിരിക്കുന്ന ഭാഗമാണെന്ത്? അസ്ഥിസന്ധി. ഈ ഭാഗം അതാണ് അസ്ഥിസന്ധി എന്ന് പറയുക അല്ലേ? അവിടെ എന്ത് കാണുന്നുണ്ട്?
ഇവർ തമ്മിൽ യോജിപ്പിക്കാനായിട്ട് എന്ത് കാണുന്നുണ്ട്, സഞ്ചി പോലൊരു ഭാഗമുണ്ട്. അതിൽ പറയുന്ന പേരാണെന്ത്, സൈനോവിയൽ അറ എന്ന് പറയാറുണ്ട്. സൈനോവിയൽ അറ എന്ന് പറയും. ഈ അറയ്ക്കകത്തൊരു സൈനോവിയൽ എന്തുണ്ട്, ദ്രവമുണ്ട്, ദ്രാവകമുണ്ട്, ഫ്ലൂയിഡുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 സന്ധികളുണ്ട്, 2 അസ്ഥികളുണ്ട്. അസ്ഥി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് എന്താ, അസ്ഥി സന്ധി എന്ന് പറയുക. അവിടെ എന്തുണ്ട്, ഒരു സൈനോവിയൽ അറ കാണപ്പെടുന്നു ഇവിടെ. ആ സൈനോവിയൽ അറയ്ക്കകത്തൊരു ദ്രാവകമുണ്ട് അല്ലേ. എന്തിനാണ് ഈ ദ്രാവകം? അതായത് ഈ 2 അസ്ഥികളുടെ ചലനം മൂലം ഒരു കർഷണം കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ സംഭവങ്ങൾ ഉള്ളത്. അവിടെ അതുപോലെ വേറെന്ത് കാണുന്നറിയോ, ലിഗമെൻറ്റ്സ് ഉണ്ട്, അവിടെ സ്നായുക്കളുണ്ട്. ഇവിടെ 2 അസ്ഥി വരുന്നു അല്ലേ, സൈനോവിയൽ ദ്രാവകമുണ്ട് അവിടെ. ഇടയ്ക്കാരുണ്ട് ഇതുപോലെ ചെറിയ കണക്ഷൻ ഉണ്ട്, ഇങ്ങനെ സ്നായുക്കൾ എന്ന് പറയും, ചോദിക്കാറുണ്ട്. സ്നായുക്കൾ അല്ലെ ലിഗമെൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ ലിഗമെൻറ്റ്സ് എവിടെ, സ്നായുക്കൾ എവിടെയാണ് കാണപ്പെടുക? 2 അസ്ഥികൾ തമ്മിൽ യോജിക്കുന്ന ഭാഗത്ത് സ്നായുക്കൾ അല്ലെങ്കിൽ ലിഗമെൻറ്റ്സ് കാണപ്പെടുന്നു. ശരിയല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് കാണപ്പെടുന്നുണ്ട്, ഈ അസ്ഥിയുടെ മധ്യഭാഗത്തിൽ ഒരു അസ്ഥികോശം എടുത്താൽ അല്ലേ, അസ്ഥി എടുത്താൽ അവിടെ എന്ത് കാണും, മധ്യഭാഗത്തൊരു അസ്ഥിമജ്ജയുണ്ട്. അതിലേക്ക് കടക്കണമെന്നില്ല അല്ലേ, അസ്ഥിമജ്ജയുണ്ട്. ഇവിടെ പോട്ടെ, നമ്മുടെ അസ്ഥിസന്ധി എന്താണെന്ന് നോക്കി. 2 അസ്ഥികൾ തമ്മിൽ ചേർന്ന ഭാഗമാണ് അസ്ഥിസന്ധി എന്ന് പറഞ്ഞു. അതിനകത്ത് അതിൻ്റെ ഇടയ്ക്കുള്ള ആ സഞ്ചി പോലുള്ള ഭാഗമാണെന്ത്, ഇവിടമാണ് ഏത്, സൈനോവിയൽ ദ്രവം. ആ സൈനോവിയൽ ദ്രവത്തിൽ എന്താ, സൈനോവിയൽ അറയുണ്ട്, ആ അറയ്ക്കകത്ത് ദ്രാവകമുണ്ട്. ആ ദ്രാവകത്തിൽ എന്തുണ്ട് അല്ലേ, ഒരു ഫ്ലൂയിഡ് അടങ്ങിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ഈ അസ്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മോചിച്ച് ചലിക്കുമ്പോഴുള്ള കർഷണം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് സംഭവം. ഇനി ഈ അസ്ഥികളെ ബന്ധിപ്പിക്കുന്ന മറ്റാരും കൂടി ഉണ്ട് അവിടെ, സ്നായുക്കൾ അല്ലെ, മറ്റെന്താണ്, ലിഗമെൻറ്റ്സ് കൂടി ഉണ്ട്. അത്രയും ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നവജാത ശിശുവിൻ്റെ അസ്ഥി എത്രയാണ്, ഒരു കുട്ടിയുടെ അസ്ഥി എത്രയാണ്? നമ്മുടെ അസ്ഥി അറിയാം, കുട്ടിയുടെ അസ്ഥി എത്രയായിരിക്കും? ഒരു കൊച്ചു കുഞ്ഞിൻ്റെ 300 എണ്ണം ഉണ്ടായിരിക്കും. 300 അസ്ഥികളാണ് ഒരു നവജാത ശിശുവിൻ്റെ അസ്ഥി എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? സിനാപ്സുമായി ബന്ധപ്പെട്ട ശരി പ്രസ്താവനകൾ ഏതൊക്കെ? സിനാപ്സുമായി ബന്ധപ്പെട്ട ശരി പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരി. 2ഉം 3ഉമാണ് ശരി. സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, അതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ 2ഉം 3ഉമാണ് ശരി. 2 പേശികോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണപ്പെടുന്നു. അതുപോലെ 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. എന്താണ്? സിനാപ്സുകളാണ്. സിനാപ്സിൻ്റെ നിർവചനം നമുക്ക് എന്ത് പറയാൻ പറ്റും? സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 2 നാഡീകോശം എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂറോൺ എന്ന് പറയാമല്ലേ, നാഡീകോശം. നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ 2 നാഡീകോശങ്ങൾ തമ്മിലോ ന്യൂറോണുകൾ തമ്മിലോ 2 നാഡീകോശങ്ങൾ തമ്മിലോ അതുപോലെ നാഡീകോശവും പേശീകോശം, മസിൽ എന്നാണ് അതിനർത്ഥം, പേശീകോശവോ ഒരു നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് എന്ന് പറയാം. ഒന്നുകൂടി, 2 നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ അതുപോലെ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധിപ്പിക്കുന്ന ഭാഗമാണെന്ത്? ഒരു സിനാപ്സ് എന്ന് പറയുന്നത്. ഒരു സിനാപ്സ് എന്ന് പറയാം. 2 നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ പ്രവർത്തിക്കുന്ന ബന്ധിപ്പിക്കുന്ന ഭാഗമാണെന്ത്? സിനാപ്സ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഒരു നാഡീകോശത്തിൻ്റെ ആക്സോണിനും മറ്റൊരു നാഡീകോശത്തിൻ്റെ ഡെൻഡ്രൈറ്റും തമ്മിലാണ് ബന്ധിക്കപ്പെടുക അല്ലേ. 2 നാഡീകോശം ബന്ധിക്കുമ്പോൾ ഒരു നാഡീകോശം അതിൻ്റെ സിമ്പിൾ ഫോം എന്താണ്? ഒരു നാഡീകോശത്തിൻ്റെ ചെറിയ ഫോം എന്താണ്? നാഡീകോശം എന്ത് പറയും? ന്യൂറോൺ എന്ന് പറയത്തില്ല, ന്യൂറോൺ. അനേക ന്യൂറോൺ ചേർന്നാണ് ഒരു നാഡീകോശം അല്ലേ. ന്യൂറോൺ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറയുക, ഇവിടെ ഒരു നീണ്ട തന്തു ആക്സോൺ ഉണ്ട് അല്ലേ. ഇവിടെ അത് നാഡീകോശം, ഇവിടെ സംഭവം ഇതുണ്ട് നാഡീകോശം, ഇവിടെ ഇങ്ങനെ ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്. ഇവിടെ എൻ്റെ ആക്സോൺസ് ഉണ്ട്. അപ്പം ഒരു നാഡീകോശത്തിൻ്റെ ആക്സോണും മറ്റൊരു നാഡീകോശത്തിൻ്റെ ഡെൻഡ്രൈറ്റും തമ്മിലാണ് ബന്ധിപ്പിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ വേറൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നീണ്ടു പോകും. ബന്ധമുണ്ട്. അപ്പം ഒരു നാഡീകോശത്തിൻ്റെ ആക്സോണും മറ്റൊരു നാഡീകോശത്തിൻ്റെ ഡെൻഡ്രൈറ്റും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ അതിനിടയ്ക്കൊരു സ്പേസ് കാണത്തില്ലേ. ആ വിടവിന് പറയുന്ന പേരാണെന്ത്? സിനാപ്റ്റിക് വിടവെന്ന് പറയുന്നു. സിനാപ്റ്റിക് വിടവെന്നാണ് പറയുക. അപ്പം ഇവിടെ നോക്കുക, സിനാപ്റ്റിക് വിടവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നാഡീകലയുടെ നാഡീകോശങ്ങൾ ഒരുപാട് ചേർന്നൊരു സംഭവമാണ് കല എന്ന് പറയുക. കല മീൻസ് കോശം ചേർന്നാണ്. അപ്പോൾ ഇതിങ്ങനെ
നാഡീകോശം, ഇത് ആക്സോണാണ്, ഇത് ആക്സോണൈറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഡെൻഡ്രൈറ്റ്സ് ആണിത്. ഇവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്. അപ്പം ഈ ആക്സോണൈറ്റ് ഒരു നാഡീകോശത്തിൻ്റെ ആക്സോണും മറ്റൊരു നാഡീകോശത്തിൻ്റെ ഡെൻഡ്രൈറ്റ് തമ്മിൽ ചേരുന്ന ഭാഗമുണ്ട് അല്ലേ? അപ്പോൾ ഇതിനിടയ്ക്കൊരു വിടവ് ഉണ്ടാകാമല്ലോ. ആ വിടവിന് പറയുന്ന പേരാണ് സിനാപ്റ്റിക് വിടവ് എന്ന് പറയും. ഈ തമ്മിലുള്ള സ്പേസ് ആണ് സിനാപ്സ് എന്ന് പറയാം. ഇത് തമ്മിലുള്ള സ്പേസ് ആണെന്ന് നാഡീകോശം, രണ്ട് നാഡീകോശം തമ്മിലുള്ള ആ ഒരു സ്പേസ് ആണെന്ന് സിനാപ്സ്. ആ സിനാപ്റ്റിക് വിടവെന്ന് അതിന് പറയുന്നുണ്ട്. ആ വിടവിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ഒരു സിനാപ്റ്റിക് നോബ് ഉണ്ടായിരിക്കും. ഒരു സിനാപ്റ്റിക് നോബുണ്ട് അല്ലേ? ആ നോബിൽ വേറൊരു സാധനം എന്താണത്? ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഇതിലേ വരുന്ന ആവയവങ്ങൾ, ആക്സോണിൽ വരുന്ന ആവയവങ്ങൾ എന്ത് ചെയ്യുന്നു? ആവയവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടത്? വേഗത്തിൽ വന്നിട്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യുക? അടുത്തതിലേക്ക് വിടുക. അതായത് ആവേഗങ്ങളെ അടുത്ത നാഡീകോശത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ആരാണ്? ഈ ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ട്രാൻസ്മിറ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ സിമ്പിളായി പറയാം, സിനാപ്സ് ഉണ്ട്. രണ്ട് സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് നാഡീകോശത്തിനിടയ്ക്കുള്ള വിടവല്ലേ? അപ്പോൾ ഇതിനിടയ്ക്ക് എന്താ വിടവുണ്ട്? ആ വിടവിൽ എന്താണ് പറയുക? ഒരു സിനാപ്റ്റിക് നോബുണ്ട്. ആ നോബിൽ ആരാണ്ട്? ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട് അല്ല? അതിൻ്റെ പേര് പറയാമോ? അതിൻ്റെ പേരെന്താണ്? അസറ്റൈൽ കോളിൻ എന്ന് പറയുക. ചോദിച്ചിട്ടുണ്ട്. അസറ്റൈൽ കോളിൻ എന്ന് ചോദിച്ചിട്ടുമുണ്ട്. പ്രശ്നം നല്ല കട്ടിക്ക് വന്നാൽ അങ്ങനെയും ചോദിക്കാം. അസറ്റൈൽ കോളിൻ എന്നാണ് പറയുക. അപ്പോൾ ഇത്രയുമാണ് സംഭവങ്ങൾ. നെക്സ്റ്റ് ചോദ്യം, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഫ്ലൂറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീലിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അൽനിക്കോ. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? അൽനിക്കോ. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണെന്ന് വിട്ടുപോയേക്കാൾ അൽനിക്കോയെ കളയുകയും ചെയ്യരുത്. അൽനിക്കോ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? അൽനിക്കോ ആണ്. നെക്സ്റ്റ് ചോദ്യം, തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തവ ഏതാണ്? തെർമോപ്ലാസ്റ്റിക് അല്ലാത്തവ ഏതാണ്? ആൻസർ ഏതാണ്? ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റ് ആണ് തെർമോപ്ലാസ്റ്റിക് അല്ലാത്ത സാധനം. തെർമോപ്ലാസ്റ്റിക് അല്ലാത്തവ ബേക്കലൈറ്റ് ആണ്. തെർമോപ്ലാസ്റ്റിക് അല്ലാത്തവ. അപ്പോൾ ബേക്കലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേക്കലൈറ്റ് അല്ലേ? തെർമോപ്ലാസ്റ്റിക് അല്ലാത്ത സാധനമാണെന്ത്? ബേക്കലൈറ്റ്. ബേക്കലൈറ്റ് അപ്പോൾ ആരാണ്? നമ്മുടെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണെന്ത്? ബേക്കലൈറ്റ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണെന്ത്? ബേക്കലൈറ്റ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ബേക്കലൈറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ് ഫിനോളും ഫോർമാൽഡിഹൈഡും. ഇതിലടങ്ങിയ മോണോമറാണ്. ബേക്കലൈറ്റ് അടങ്ങിയ മോണോമർ അത് തന്നെയാണ് ഏത്? ഫിനോളും ഫോർമാൽഡിഹൈഡും. ബേക്കലൈറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ മോണോമർ ഏതൊക്കെയാണ്? ഫിനോളും ഫോർമാൽഡിഹൈഡും. ഓക്കെ. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണെന്ത്? ബേക്കലൈറ്റ്. അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതും പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് രണ്ട് തരം ഏതൊക്കെ? ഒന്ന് തെർമോപ്ലാസ്റ്റിക്കും ഉണ്ട് അല്ലേ? തെർമോപ്ലാസ്റ്റിക്കുകളുമുണ്ട്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുമുണ്ട്. തെർമോപ്ലാസ്റ്റിക്കുമുണ്ട്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുമുണ്ട്. തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളും കാണപ്പെടുന്നു. രണ്ട് തരം പ്ലാസ്റ്റിക് ഉണ്ട് അല്ലേ? അപ്പോൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളാണ് ഏതൊക്കെ? നമ്മുടെ ഈ ബാക്കി വരുന്നത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഉദാഹരണം ഏതാവണ്ണം പറയാമെങ്കിൽ തെർമോസെറ്റിംഗ് എക്സാമ്പിള് പോളിസ്റ്റർ ഉണ്ടല്ലോ. പോളിസ്റ്റർ ആണെന്ത്? തെർമോസെറ്റിംഗ്. നമ്മുടെ പോളിസ്റ്റർ തുണി ഉണ്ടല്ലോ, തെർമോസെറ്റിംഗ് ആണ് പോളിസ്റ്റർ. പോളിസ്റ്ററാണ് തെർമോസെറ്റിംഗ് എന്ന് പറയുന്ന സംഭവം അല്ലേ? പോളിസ്റ്ററാണ്. ഓക്കെ. എന്നാൽ ഇവിടെ നമ്മുടെ വേറൊരു സംഭവം അല്ലേ? നമ്മുടെ പോളിത്തീനും നൈലോണും പോളിവിനിൽ ക്ലോറൈഡും ഒക്കെ എന്താണ്? തെർമോപ്ലാസ്റ്റിക്കാണ്. പോളിവിനിൽ ക്ലോറൈഡ്, നൈലോണ്, ഇതെല്ലാം എന്താണ്? പോളിയെത്തിലീന്, ഇതെല്ലാം എന്താണ്? തെർമോപ്ലാസ്റ്റിക്കാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ബേക്കലൈറ്റും അതുപോലെ പോളിയസ്റ്ററും ഇത് രണ്ടും എന്താ? തെർമോസെറ്റിംഗ് ആണ്. ബേക്കലൈറ്റും പോളിയസ്റ്ററും തെർമോസെറ്റിംഗ് ആണ്. ബേക്കലൈറ്റും അതുപോലെ പോളിയസ്റ്ററും എന്താണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ബാക്കി വരുന്ന പോളിത്തീന്,
പോളിത്തീന്, പോളിവിനൈൽ ക്ലോറൈഡ്, നൈലോണ് എന്നിവ എന്താണ്? തെർമോ പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക്കുകൾ നമ്മൾ ചൂടാക്കുന്നതനുസരിച്ച്, അവിടെ ചൂടാക്കുമ്പോൾ കിട്ടുന്ന മാറ്റം അനുസരിച്ചിട്ട് 2 തരമുണ്ട്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളുമുണ്ട്, തെർമോ പ്ലാസ്റ്റിക്കുമുണ്ട്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുണ്ട്, തെർമോ പ്ലാസ്റ്റിക്കുമുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ എന്താ പറയുക, 3 അല്ലേ? 3 പോളിത്തീനും പോളിവിനൈൽ ക്ലോറൈഡും നൈലോണുമാണെന്ത്? തെർമോ പ്ലാസ്റ്റിക്കുകൾ. തെർമോസെറ്റിംഗ് ആയാലും നമുക്കറിയാൻ പറ്റും. ആരൊക്കെ അറിയാം? ബേക്കലൈറ്റിനെ അറിയാം. അതുപോലെ പോളിയസ്റ്റർ എഴുതണോ? പോളിയസ്റ്ററും ഉണ്ട് കേട്ടോ. പോളിയസ്റ്ററും ഉണ്ട്. പോളിയസ്റ്റർ ഷോർട്ട് ഫോം എഴുത്തുള്ളൂ. പോളിയസ്റ്റർ ഉണ്ട് അല്ലേ? അതിൽ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്കാണെന്ത്? ബേക്കലൈറ്റ്. ആ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ അതൊക്കെയുള്ളൂ. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റാണ്. അത് ശരിക്കും ആരാണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അത് ഉദാഹരണം വേറൊന്നുകൂടി ഏതുണ്ട്? പോളിയസ്റ്റർ കൂടിയുണ്ട് അല്ലേ? നമ്മൾ ചോദിച്ചിട്ടുള്ള തെർമോ പ്ലാസ്റ്റിക് ഏതൊക്കെയാണ്? പോളിത്തീന് അല്ലേ? പോളിത്തീന്, പോളിവിനൈൽ ക്ലോറൈഡ്, നൈലോൺ, 3. ഓക്കെ, അത്രയും പഠിച്ചു വെച്ചാൽ ആ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പ്രോട്ടോണിന് ആ പേര് നൽകിയ സയൻറ്റിസ്റ്റ് ആരാണ്? പ്രോട്ടോണിന് ആ പേര് കൊടുത്ത സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണ്?